ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പര ഇന്ത്യ അങ്ങ് എടുത്തു. ടെസ്റ്റ് പരമ്പര ഓൾറെഡി ഇന്ത്യ ജയിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ. ഇതിപ്പോൾ ഇന്ത്യ ഏകദിന പരമ്പരയും കൂടി എടുത്തു. 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പര. രണ്ടാമത്തെ മത്സരം കഴിഞ്ഞ ദിവസമായിരുന്നു അത്. അതിൽ ഇന്ത്യ ജയിച്ചു. അപ്പം അങ്ങനെ 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 2-0 ഇന്ത്യ മുന്നിലെത്തി പരമ്പര സ്വന്തമാക്കി. ഇനി മൂന്നാമതൊരു മത്സരം കൂടിയുണ്ട്. അപ്പം രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിങ്ങിന് വിട്ടു. എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല ഇന്ത്യ ബാറ്റിങ്ങിന് വിട്ടത്. പക്ഷേ ക്യാപ്റ്റന്മാർക്കും അവരുടെ ടീം മാനേജ്മെൻറ്റിൻ്റെയും ഓരോ ഡിസിഷൻ ഉണ്ടാവുമായിരിക്കും. ഇന്ത്യ അപ്പോൾ ബാറ്റ് ചെയ്യാൻ, ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യ ബാറ്റ് ചെയ്യാനാണെങ്കിൽ ഇന്ത്യ 402 എന്നുള്ള ഒരു എടുത്താൽ പൊങ്ങാത്തൊരു ടോട്ടൽ അങ്ങോട്ട് കൊടുത്തു അഫ്ഗാനിസ്ഥാനെ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് പടം നയിച്ചു. 154 റൺസ്. ഇഷാൻ കിഷാൻ 125 റൺസ്. ഇഷാൻ കിഷാൻ വെറും 79 ബോൾ നടന്നു 125 റൺസ് എടുത്ത്. ഈ 2 പേരുടെ 154 റൺസോട് കൂടി ക്യാപ്റ്റൻ ഗില്ലും 125 റൺസോട് കൂടിയിട്ട് ഇഷാൻ കിഷാനും കൂടി മുന്നിൽ നിന്നിട്ട് നയിച്ചു. ഇന്ത്യ 402 എന്നുള്ള പടുകൂട്ട സ്കോർ അങ്ങോട്ട് അവർക്ക് വെച്ചു കൊടുത്തു. മറുപടി ബാറ്റിംഗ് ഇറങ്ങി അവർക്ക് കാര്യമായിട്ടും ചെയ്യാൻ പറ്റില്ല. 232 റൺസ്, 232 214 ഈ റൺസിന് അവർ ഓൾ ഔട്ടായി. അവരുടെ കത്തിക്കൽ കഴിഞ്ഞു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അർഷദീപ് 3 വിക്കറ്റ് എടുത്തു. ബ്രാർ ആ ചങ്ങാതിക്ക് വലിയ കണ്ടുപിടിച്ചില്ല. എനിക്ക് തോന്നുന്നു ഗുജറാത്ത് ടൈറ്റൻസിലത്തെ ചെക്കനാണ് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പൂനം യാദവ് എൻ്റെ ഓർമ്മ അനുസരിച്ചിട്ട് നമ്മുടെ ഋഷഭ് പന്തിൻ്റെ ടീമിലുള്ള IPL ഋഷഭ് പന്തിൻ്റെ ടീമിലുള്ള ചങ്ങാതിയാണ് പൂനം യാദവ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചങ്ങാതിയാണ്. ആ ചങ്ങാതി 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ അവരെ ഞങ്ങൾ തീർത്ത് കംഫർട്ടബിളായിട്ട് വമ്പൻ വിജയത്തോടു കൂടി ഇന്ത്യ രണ്ടാമത്തെ ഏകദിനം ജയിച്ചു. അപ്പോൾ നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെ ഒരു ഏകദിന പരമ്പര കൂടി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും താൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ. രോഹിത് ശർമ്മ എന്തായാലും 38 റൺസോട് എടുത്തിട്ടുണ്ട്. 4 റൺസോട് കൂടി ജയ്സ്വാൾ പെട്ടെന്ന് പുറത്തായി. അതാണ് ഉണ്ടായ കാര്യം. എനിവേ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ അതിന് സ്കോറിങ്ങിന് ബാധിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഇന്ത്യ 2-0 ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. 1 മത്സരം ബാക്കിയുണ്ട്. ഇന്ത്യ പരമ്പര എടുത്തു.